2026 വേൾഡ് കപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ഇന്ന് നടന്ന വീറും വാശി നിറഞ്ഞ പോരാട്ടത്തിനൊടുക്കം ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഉറുഗ്വേയെ പരാജയപ്പെടുത്തി. പരിക്കിൻ്റെ പിടിയിൽ ടീമുകളിൽ വലിയ മാറ്റം വരുത്തിയായിരുന്നു സ്കലോണി ഉറുഗ്വേക്കെതിരെയുള്ള 11 തയ്യാറാക്കിയത്. മത്സരത്തിൻ്റെ ആദ്യ 15 മിനിറ്റുകളിൽ ആക്രമിച്ചു നിന്നത് ഉറുഗ്വേയായിരുന്നു. പതിയെ അർജന്റീന മത്സരത്തിലെ ക്ലച്ച് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് അർജന്റീന മയമാണ് മത്സരത്തിൽ കണ്ടത്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂപ്പർ താരമായ തിയാഗോ അൽമേഡയുടെ സൂപ്പർബ് ഗോളിൽ അർജന്റീന വിജയമുറപ്പിക്കുകയായിരുന്നു. ബോക്സിന് പുറത്തു നിന്നുള്ള അതിമനോഹരമായ കെർവിംഗ് ഷോട്ടിലൂടെയായിരുന്നു അൽമേഡ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൻ്റെ 68-ാം മിനിറ്റിലായിരുന്നു അൽമേഡയുടെ സൂപ്പർ ഗോൾ പിറന്നത്. മത്സരം ഈ ഗോളിൽ അർജന്റീന വിജയിക്കുകയും ചെയ്തു. മത്സരത്തിൻ്റെ അവസാന നിമിഷം പകരക്കാരനായി കളത്തിലിറങ്ങിയ നിക്കോ ഗോൺസലസ് റെഡ് കാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തു. ഇതോടുകൂടി അർജന്റീന ബ്രസീൽ പോരാട്ടത്തിൽ നിക്കോ ഗോൺസലസിന് കളിക്കാൻ സാധിക്കില്ല. കൂടുതൽ ഗോളവസരങ്ങൾ സൃഷ്ടിച്ചത് അർജന്റീനയായിരുന്നു. എന്നാൽ കളിയിലെ പൊസിഷൻ കൈകാര്യം ചെയ്തത് ഉറുഗ്വേയുമായിരുന്നു. എമിലിയാനോ മാർട്ടിനസ്, ക്യൂട്ടി റൊമീറോ, ഒട്ടാമെൻഡി, ലിയാൻഡ്രോ പെരഡസ്, തിയാഗോ അൽമേഡ, ഹൂലിയൻ അൽവരസ് എന്നിവരെല്ലാം എടുത്തു പറയേണ്ട മികച്ച പ്രകടനമാണ് നടത്തിയത്. 26-ാം തീയതി ബ്രസീലിനെതിരെയാണ് അടുത്ത പോരാട്ടം. നിലവിൽ കളിച്ച 13 മത്സരങ്ങളിൽ 28 പോയിൻറ്റോടെ അർജന്റീനയാണ് ടേബിളിൽ 1-ാം സ്ഥാനത്ത്. ഏകദേശം അർജന്റീന 2026 വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.